വെൽക്കം ടു എവരിബഡി. ഇന്നത്തെ മീറ്റിംഗ് ഫസ്റ്റ് നമുക്ക് റെക്കമെൻഡേഷനോടെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഈ മാസത്തെ റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് HDFC ബാങ്കാണ്. കാര്യം ബാങ്കിങ് സെക്ടറിന് നമുക്ക് പോസിറ്റീവ് ന്യൂസും ഉണ്ട്, നെഗറ്റീവ് ന്യൂസും ഉണ്ട്. കാര്യം മാർക്കറ്റ് നല്ല വോളട്ടൈൽ ആയതുകൊണ്ട് നല്ല പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ന്യൂസും ഉണ്ട്. അപ്പം ബാങ്കിൽ ഉള്ളിൽ നല്ല ബ്ലൂ ചിപ്പ് ബാങ്ക് നമുക്ക് മേടിക്കാം. കാര്യം NPA ഏറ്റവും കുറവുള്ളതും ഉള്ള ബാങ്കാണ് HDFC ബാങ്ക്. ഇപ്പം RBI റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഈ മാസം ലാസ്റ്റ് സെപ്റ്റംബർ 29-നാണ് മീറ്റിംഗ് ഉള്ളത്. അപ്പം RBI റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ് ഉള്ളത് ബാങ്കിങ് സെക്ടറിലാണ്. അപ്പം മാർക്കറ്റ് വോളട്ടൈലൂടെ ആയതുകൊണ്ട് ഉള്ളിൽ നല്ല ബ്ലൂ ചിപ്പ് ബാങ്ക് നമുക്ക് മേടിക്കാം. അതൊരു നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം HDFC ബാങ്കിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കൂടുതലും ഈ റീറ്റെയിൽ കാറ്റഗറിയാണ് അവർ കാറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക് എടുക്കുകയാണെങ്കിൽ NPAയുടെ മെയിൻ റീസൺ കൂടുതലും ഈ ബിഗ് ടിക്കറ്റ് കോർപ്പറേറ്റ് ലോൺസ് ആണ്. HDFC ബാങ്ക് ആകുമ്പോൾ ഏകദേശം 49 to 50% അവർ റീറ്റെയിൽ കാറ്റഗറിയാണ്. റീറ്റെയിൽ പേഴ്സണൽ ലോൺ, ഓട്ടോ ലോൺസ് അതൊക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് NPA വളരെ ഡൗൺ ആയിട്ടിരിക്കുന്നത്. അതുപോലെ നല്ല ക്യാപിറ്റൽ ഉണ്ട്. ആൾറെഡി അവർ ബേസ് റേറ്റ് കട്ട് ചെയ്തു. അപ്പം റേറ്റ് കട്ട് ചെയ്യാൻ കൂടുതലും സാധ്യതയുള്ള ബാങ്കാണ് HDFC ബാങ്ക്. അപ്പം ഈ ലെവലിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ L&T ആണ്. നമ്മൾ L&T ഇന്ത്യയുടെ ഒരു സ്ട്രക്ചർ ബൂമിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് സ്പെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 3 months ഡേറ്റ അനുസരിച്ച് ഗവൺമെൻറ് കുറച്ചായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ. ഏറ്റവും ബെനിഫിഷ്യറി L&T ആണ്. പിന്നെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് L&T ഇൻഫോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ IPO വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് സബ്സിഡറി കമ്പനീസ് ഉണ്ട് L&Tക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ IPO വരുവാണെങ്കിൽ നല്ലൊരു വാല്യൂ അൺലോക്കിംഗ് ആയിരിക്കും. കാരണം പാരന്റ് കമ്പനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ കൂടുതൽ കമ്പനീസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ IPO വരുന്ന ഒരു പോസിറ്റീവ് ന്യൂസും ഉണ്ട്. പൊതുവെ ഈ റേറ്റ് കട്ടൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്നത് ബാങ്ക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ഓട്ടോമൊബൈൽ കമ്പനീസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് ടൈം റാലി വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കമ്പനിയാണ് L&T. നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇനോക്സ് ലെഷർ ആണ്. ഇത് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിനിമ ഹോൾസ് ഉള്ളതാണ്. ഏറ്റവും ഹൈ എന്ന് പറയുന്നത് PVR ആണ്. ഇവർ ലേറ്റസ്റ്റ് ആയിട്ട് സത്യം സിനിമാസ് അക്വയർ ചെയ്തു. അതോടെ ഇവരുടെ സിനിമ ഹോൾസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. കുറച്ച് ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി കുറച്ച് പുതുതായിട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്. ടെക്നോളജി ഓറിയന്റഡ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ സിറ്റിക്കകത്ത് തന്നെ ഒരുപാട് ഇപ്പോൾ മൾട്ടിപ്ലക്സസ് വന്നു തുടങ്ങി. മുമ്പൊക്കെ വരുന്ന ടിക്കറ്റിന്റെ ഹൈ റേറ്റ് ആണ് ടിക്കറ്റ്, എങ്കിലും ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഈ സിനിമ ഹോൾസൊക്കെ ഒരു റവല്യൂഷൻ വരികയാണ്. എല്ലാം മൾട്ടിപ്ലക്സ് ആയി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രീസ്. മുമ്പൊക്കെ ആണെങ്കിൽ ഒരു 4 തിയേറ്റർ 5 തിയേറ്റർ ഒരാളുടെ കൈ കാണത്തുള്ളൂ. ഇപ്പോൾ അതും കമ്പനീസ് ആവുന്നുണ്ട്. 400-500 തിയേറ്റേഴ്സ് ഒരു കമ്പനിയുടെ താഴെ വരുന്നുണ്ട്. ഇപ്പോൾ ലാർജസ്റ്റ് PVR, സെക്കൻഡ് അനോക്സ് ആണ്. ഇപ്പോൾ നല്ലൊരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീസ് കുറച്ച് ബൂം വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. ഷോർട്ട് ടൈം ഒരു നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ മാക്സ് ഇന്ത്യ ആണ്. അതിൽ മെയിൻലി ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് കെയർ സെക്ടറിൽ ഇവർ കാറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസിന് FDA ഗവൺമെന്റ് അലോ ചെയ്തു. അപ്പോൾ വരാൻ സാധ്യതയുള്ള വൺ ഓഫ് ദ കമ്പനീസ് ആണ് മാക്സ് ഇന്ത്യ. വാല്യുവേഷനും കുറച്ച് അട്രാക്റ്റീവ് ആണ്. ഇപ്പോൾ ഫിനാൻഷ്യൽസ് ഒക്കെ വളരെ മാർക്കറ്റ് ഡൗണിൽ നല്ല കറക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു റാലിയിൽ ഫിനാൻഷ്യൽസ് ഒരു അപ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് കാണിക്കാൻ സാധ്യതയുള്ള ഒരു ഷെയറാണ് മാക്സ് ഇന്ത്യ. അത് നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ അൽക്കോർഗോ ലോജിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോജിസ്റ്റിക്സ് കമ്പനീസൊക്കെ ഒരുപാട് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കറക്ഷൻസിൽ നല്ല രീതിയിൽ അതുപോലെ തിരിച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിൽ നല്ലൊരു കമ്പനിയാണ് അൽക്കോർഗോ ലോജിസ്റ്റിക്സ്. വാല്യൂഷൻ വൈസും റിസണബിളി വാല്യൂഡ് ആണ്. ഒരു 14-15 P/യിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ക്വാർട്ടറിൽ അതുപോലെ വരുന്ന ക്വാർട്ടേഴ്സിലൊക്കെ നല്ലൊരു പ്രോഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. അത് മേടിക്കാവുന്നതാണ്. കാരണം ഈ ലോജിസ്റ്റിക്സ് മെയിനായിട്ട് ബൂം വരുന്ന ഇ-കോമേഴ്സും GST ആണ് പറയുന്നത്. GST കുറച്ച് ഡിലേഡ് ആയാലും അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. ഇ-കോമേഴ്സ് കമ്പനീസൊക്കെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ഫേംസിലാണ്. ഈ ലോജിസ്റ്റിക്സ് സെക്ടറെ ഗവൺമെന്റും കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ലോജിസ്റ്റിക്സിൽ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ സെക്ടറിൽ ഒരു വരുന്ന കാലങ്ങളിൽ നല്ലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. ഇത് നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മീഡിയ കമ്പനിയാണ് ലാസ്റ്റ് കമ്പനി TV ടുഡേ. കഴിഞ്ഞ 1-2 ക്വാർട്ടറിലെ റിസൾട്ട് ഇവർ റീബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇംഗ്ലീഷ് ആണ് ഹെഡ്ലൈൻസ് ടുഡേ എന്നായിരുന്നു. അതിപ്പോൾ TV ടുഡേ എന്നായി കഴിഞ്ഞു. മുമ്പ് CNN IBNലിരുന്ന രാജ്ദീപ് സർദാസ് എന്ന് പറഞ്ഞ ഒരു ആങ്കറാണ് ഇതിലിപ്പോൾ വന്നിട്ടുള്ളത് ചീഫ് എഡിറ്ററായിട്ട്. അപ്പോൾ ഇപ്പം നല്ലൊരു വ്യൂവർഷിപ്പ് ഉണ്ട്. പിന്നെ ഹിന്ദിയിൽ ഒരു ചാനൽ ആജ് തക് എന്ന് പറഞ്ഞ ചാനലുണ്ട്. അത് നല്ല വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനൽസാണ്. അപ്പം ഈ ഡെറ്റ് ഫ്രീ ആണ്. കാരണം എന്റർടൈൻമെന്റ് കമ്പനീസ്, മീഡിയ കമ്പനീസിൽ കൂടുതലും ചാനൽസ് കമ്പനീസിൽ കൂടുതലും ലോസ് മേക്കിംഗ് ആണ്. പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനീസ് കുറവാണ്. ഒരു 10 to 15% പ്രോഫിറ്റ് ഉള്ള കമ്പനീസിനെ ഉള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് നല്ല കമ്പനിയാണ് TV ടുഡേ. വലിയ ഡെറ്റ് ഒന്നുമില്ല.
ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് ആണ്. ഈ മാർക്കറ്റ് കറക്ഷനിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 210, 200 ആ റേഞ്ചിൽ നിന്നിട്ടുള്ളൂ. വലിയ ഒരു കറക്ഷൻസ് വന്നിട്ടില്ല. കാര്യം ഒരുപാട് സ്റ്റോക്സ് 20-30% കറക്ഷൻ ആയിട്ട് ഇതൊക്കെ ഒരു റീസണബിൾ കറക്ഷനേ വന്നിട്ടുള്ളൂ. ഒരു ഡ്രാസ്റ്റിക് കറക്ഷൻസ് വന്നിട്ടില്ല. അപ്പോൾ ഇത് നോക്കുമ്പോൾ അടുത്തൊരു റാലിയിൽ ഇതൊക്കെ നല്ലൊരു അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. ഇത് നമുക്ക് ഈ ലെവലിൽ മേടിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ മാസത്തിന്റെ റെക്കമെൻഡേഷൻസ് ആണ്. ഇത് കറക്ഷൻസിലും നമ്മുടെ FDC എന്ന് പറഞ്ഞൊരു ഷെയർ ആക്ച്വലി നമ്മൾ 219 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 15% റിട്ടേൺ പ്രതീക്ഷിച്ച് കൊടുത്താണ് 16%. അത് ആക്ച്വലി ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ബാക്കിയെല്ലാം നമ്മുടെ കറക്ഷൻസ് ആക്ച്വലി സിംഗിൾ ഡിജിറ്റേ വന്നിട്ടുള്ളൂ. മാർക്കറ്റ് തന്നെ 10% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ്പ് കൂടുതൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡേറ്റാസ് ലേറ്ററായിട്ട് പ്രസന്റേഷൻ കാണിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു റീസണബിൾ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. കറക്റ്റ് ചെയ്ത സ്റ്റോക്സ് ഒരു ഡ്രാസ്റ്റിക് കറക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. +1 ഒരു ഷെയർ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ പോർട്ട്ഫോളിയോ 3.2% നെഗറ്റീവ് റിട്ടേൺ ആണ്. കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല പിക്കായിരുന്നു, നല്ല പോർട്ട്ഫോളിയോ ആയിരുന്നു. അതുകൊണ്ട് ഹോൾഡ് ചെയ്യാനാണ്. ഈ ലെവലിൽ ആവറേജ് ചെയ്യാൻ സാർ. കാര്യം മാർക്കറ്റ് കറക്ഷൻസിൽ എല്ലാ ബ്ലൂ ചിപ്പ് ഷെയർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷെയർ കമ്പാരിറ്റീവ്ലി അധികം ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ ലെവലിൽ നമുക്ക് ആവറേജ് ചെയ്യാനാണ്. L&T don't have much exposure to China, sir. They have mainly in Gulf regions and other countries. They don't have much exposure to China. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് 8-ാം തീയതി ആയിരുന്നു. അന്ന് ഞാനൊരു ഇൻഡിക്കേഷൻ തന്നായിരുന്നു മാർക്കറ്റ് അത്ര ചാർട്ടിൽ അത്ര സ്ട്രെങ്ത് കാണിക്കുന്നില്ല. പിന്നെ വേറെ 1-2 ഓവർസോൾഡ് റീജിയനിലുണ്ടായിരുന്നു. പിന്നെ ഒരു ബേസിക് ആയിട്ടൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാച്ച് ചെയ്യണമെന്നും പറ്റുമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് പാർട്ടായിട്ട് ബുക്ക് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ആ ചാർട്ട് കണ്ടിട്ട് എനിക്ക് തോന്നിയിരുന്നതാണ്. അതല്ലാതെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ ദ പീരീഡ് ഓഫ് ഒരു 2 months 3 months നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഷെയർസ് 3 ഇരട്ടി 4 ഇരട്ടി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോഴ്സ് മോട്ടോഴ്സ് 600 രൂപയ്ക്ക് പറഞ്ഞത് 3200 പോയി. നീൽകമൽ പ്ലാസ്റ്റിക്സ് 300 രൂപയ്ക്ക് പറഞ്ഞ 1000 രൂപയ്ക്ക് പോയി. അപ്പം നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എവരിബഡി വാസ് മേക്കിംഗ് മണി. അവർ ഈസി മണി ഉണ്ടാക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാനിവിടെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലയൻസുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിൽ എല്ലാ ആൾക്കാരും നല്ല പൈസ ഉണ്ടാക്കിയ കാരണം ഒരു യുഫോറിയ പോലെ ഉള്ള ഒരു ഫീലിംഗ്. എവരിബഡി വാസ് സോ ഹാപ്പി. ഐ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് സംതിങ് അൺനാച്ചുറൽ. അപ്പോൾ ഇതിനു മുമ്പൊക്കെ മാർക്കറ്റ് വീഴുന്നതിന് മുമ്പും എനിക്ക് ഇതുപോലൊരു ഫീലിങ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് ഒരു 2 മണിയായപ്പോഴത്തേക്ക് ഞാൻ കാർത്തിക്കിനെ വിളിച്ച് പറഞ്ഞു മാർക്കറ്റ് പൊട്ടാൻ പോവാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ PMSലുള്ള ഷെയർസ് 30% നമ്മൾ തിങ്കളാഴ്ച വിൽക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും സ്റ്റോപ്പ് ലോസ് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ 30% വിറ്റു. അന്ന് നമ്മൾ അടുത്ത ആഴ്ച മാർക്കറ്റ് ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും മൺഡേ മാർക്കറ്റ് വെന്റ് അപ്പ് ആക്ച്വലി. ദാറ്റ് ഡേ വി സോൾഡ് അറൌണ്ട് 30% ഓഫ് അവർ ഹോൾഡിംഗ്സ് ഇൻ അവർ PMS. എന്നിട്ട് ഐ ടോൾഡ് കാർത്തിക് വിൽ പുട്ട് സ്റ്റോപ്പ് ലോസസ് ഫോർ ഓൾ ദി അതർ സ്റ്റോക്സ്. അപ്പോൾ കാർത്തിക് ഞാൻ ഒരു 5 സ്ക്രിപ്റ്റിന് സ്റ്റോപ്പ് ലോസ് ഇട്ടപ്പം കാർത്തിക് ഒരു സാർ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർ പോർട്ട്ഫോളിയോ വിൽ നോട്ട് ഹാവ് എനി ഷെയർസ്. എല്ലാ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമെന്ന് പറഞ്ഞു. ദെൻ വി സോൾഡ് ഓൺലി 30. അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വലായിട്ട് സ്റ്റോക്സ് വീഴുന്നത് നോക്കിയിട്ട് ചില സ്പെസിഫിക് ആയിട്ട് സ്റ്റോക്സ് ഞങ്ങൾ വിറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതൊരു ക്ലിയർ ആയിട്ടൊരു ഫീലിംഗ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് ഒരു ട്രെൻഡ് റിവേഴ്സിലാണത്. നമുക്ക് നേരത്തെ ട്രെൻഡ് റിവേഴ്സിൽ വരുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു ബുൾ ട്രെൻഡിൽ നിന്ന് ഒരു ട്രെൻഡ് റിവേഴ്സിലാണ്. അത് വി ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് ഇസ് വൺ തിങ്. ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടം വരെ പോകാം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഇനി ആലോചിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഇപ്പോൾ ഇത്രയും ബുള്ളിഷായിരുന്ന മാർക്കറ്റ് പെട്ടെന്ന് എന്താ ബെയറിഷ് ആവാനുള്ള റീസൺ, മാർക്കറ്റ് വീഴാനുള്ള കാര്യം എന്താണ്? അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് പല സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ജനറലായിട്ട് നോക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഈ കമോഡിറ്റി പ്രൈസസ് ഇറങ്ങുന്നത് ഇന്ത്യക്ക് നല്ലതാണെങ്കിലും ഗ്ലോബലി കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസിന് ഒരു ലെവൽ വിട്ട് താഴെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എക്കോണമിയെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് ഒരു ലെവൽ വരെ കമോഡിറ്റി ഇറങ്ങുകയാണെങ്കിൽ ഇന്ത്യക്ക് നല്ലതാണ്. പക്ഷേ ഇന്ത്യ കനോട്ട് എക്സിസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ. ലോകത്തിലുള്ള എല്ലാ കമോഡിറ്റി പ്രൊഡ്യൂസിങ് കൺട്രീസിനും എന്തെങ്കിലും ക്രൈസിസ് വരികയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി ഇറ്റ് വിൽ അഫക്ട് ദ ഗ്ലോബൽ എക്കോണമി ആൻഡ് ദ ഗ്ലോബൽ മാർക്കറ്റ്സ്. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ഇന്ത്യയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ശരിക്കൊരു നട്ട്ഷെല്ലിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ടഡ് വിത്ത് ചൈന. ചൈനയിൽ സ്ലോ ഡൗൺ ഉണ്ടായി. ചൈന എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 3-4 വർഷമായിട്ട് റോഡ്സും കെട്ടിടങ്ങളും എല്ലാം നിർമ്മിച്ച് ഭയങ്കര ഒരു വലിയ കൺസ്യൂമറായിരുന്നു കമ്മോഡിറ്റീസിന്റെ. അപ്പോൾ ചൈനയിലൊരു പ്രോബ്ലം വന്നപ്പോഴത്തേക്ക് കമ്മോഡിറ്റീസിന് ഡിമാൻഡ് കുറഞ്ഞു. കമ്മോഡിറ്റീസിന് ഡിമാൻഡ് കുറഞ്ഞപ്പോഴത്തേക്ക് കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ ലൈക്ക് ബ്രസീൽ, ഇപ്പോൾ ഗൾഫ് കൺട്രീസ്, റഷ്യ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ അവർക്ക് അവരുടെ എക്കോണമി അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോബ്ലമായി. ഓയിൽ ക്രൈസിസ് എന്ന് പറയുന്നത് വാട്ട് ഹാസ് ഹാപ്പൻഡ്,
ഓയിലിന്റെ വില കുറഞ്ഞപ്പോഴത്തേക്ക് ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ദേ പ്രൊഡ്യൂസ് മോർ ഓയിൽ ഇൻ ഓർഡർ ടു നേരത്തെ കിട്ടിയ അതേ വരുമാനം കിട്ടാനായിട്ട് കൂടുതൽ എണ്ണ വിറ്റിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തു. കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ ഓയിൽ വീണ്ടും മാർക്കറ്റിൽ എക്സസ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് വീണ്ടും ഓയിലിന്റെ പ്രൈസ് ഇടിഞ്ഞു. അപ്പോൾ അങ്ങനെ കമോഡിറ്റീസ് ഇടിഞ്ഞ കാരണം വേൾഡിലുള്ള ബ്രസീലിന്റെ അവരുടെ ഇത് ബോണ്ട് സ്റ്റാറ്റസ് ജങ്ക് സ്റ്റാറ്റസിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തു. അതേപോലെ ഒരു ഡൗൺഗ്രേഡുകൾ ഇനി പലയിടത്തും വരുമെന്നുള്ള ഒരു പേടിയുണ്ട്. അത് കാരണമാണ് നമ്മുടെ മാർക്കറ്റിന് ബേസിക് ആയിട്ട് ഒരു റിവേഴ്സൽ ഉണ്ടായത്. പിന്നെ നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉള്ള ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തത്. കാരണം ഈ വർഷം നമ്മൾ 20% ഗ്രോത്ത് ആണ് ഏർണിംഗ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് ഹാസ് കം ടു 0% ഗ്രോത്ത്. ആദ്യത്തെ 3 ക്വാർട്ടേഴ്സിലും ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ക്വാർട്ടറിൽ വന്നിട്ട് ഗ്രോത്ത് ഇല്ലാത്ത ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആയത് കാരണം ഓവറോൾ ഗ്രോത്ത് ഇല്ലാതെ വന്നിട്ടുണ്ട്. പിന്നെ മൺസൂൺസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിക്യൂട്ടീവ് ആയിട്ട് 2 വർഷം മൺസൂൺസ് മോശമായിരുന്നു. കഴിഞ്ഞ വർഷം 12% ഡൗൺ ആയിരുന്നു. ഇപ്രാവശ്യം ഇതുവരെ 85% ആണ്, 15% ഡൗൺ ഫ്രം നോർമൽ മൺസൂൺസ്. പിന്നെ FIs സെല്ലേഴ്സ് ആണ്. FIs ഒരു 3.7 ബില്യൺ ആണ് നെറ്റ് ഈ വർഷത്തെ ബൈയിങ്. 6 മാസം ആകാറായി. കഴിഞ്ഞ വർഷം 16 ബില്യൺ ആയിരുന്നു. ആദ്യത്തെ 2-3 മാസം അവർ മേടിച്ചെന്നുണ്ടെങ്കിൽ സബ്സിക്വന്റ് ആയിട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് അവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും 500 കോടി 400 കോടി രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു ഫാക്ടറാണ്. പിന്നെ ആകെ ഉള്ള സിൽവർ ലൈനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് പൈസ ഇപ്പോഴും അവരുടെ കോൺഫിഡൻസ് ഉണ്ട്, അവർ വാങ്ങുന്നുണ്ട്. പിന്നെ IIP ഡേറ്റ ഇന്നലെ വന്നത് ഇറ്റ് വാസ് ബെറ്റർ ദൻ എക്സ്പെക്റ്റഡ്. 4.5 എന്ന് വന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് 3.4 ആണ്. ഇതിൻ്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, 20 സ്ലൈഡിൻ്റെ ഒരു പ്രസന്റേഷനാണ്. അതിൽ നമ്മൾ നോക്കുന്നത് എന്താണ് നമ്മൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, മാർക്കറ്റിന് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ എവിടം വരെ പോകാമെന്ന് കാണിക്കുന്ന ഒരു പ്രസന്റേഷനാണ്. അവരുടെ ഇൻട്രസ്റ്റ് ഹൈക്ക് റേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിന് എത്രത്തോളം അഫക്ട് ചെയ്തത്? അഫക്ട് ചെയ്ത കഴിഞ്ഞ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് നിയർ 0 ആണ്. അപ്പം അവിടെയുള്ള ഫണ്ട്സാണ് മിക്കവാറും അമേരിക്കൻ ഫണ്ട്സാണ് മിക്കവാറും ഇന്ത്യയിലും ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫണ്ട് ഫ്ലോ കുറയും. അപ്പോൾ ഇവിടെ നിന്ന് വിഡ്രോ ചെയ്ത് അങ്ങോട്ട് ചാൻസ് ഉണ്ടോ? ഇത് കഴിഞ്ഞ നമ്മുടെ സെക്കൻഡ് സാറ്റ് പ്രസന്റേഷൻ കാണിച്ച ഓഗസ്റ്റിലുള്ള ചാർട്ടാണ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതാണ് പറഞ്ഞു, ഒരു ഹെഡ് ആൻഡ് ഫോൾഡർ, ഒരു ലെഫ്റ്റ് ഷോൾഡർ, ഒരു ഹെഡ്, ഒരു റൈറ്റ് ഷോൾഡർ. പക്ഷേ റൈറ്റ് ഷോൾഡറിനെ കാട്ടിയൊക്കെ വളരെ പൊങ്ങി അന്ന് ട്രേഡ് ചെയ്യുന്ന ഈ ലെവലിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പാറ്റേൺ കാണുന്നുണ്ട്. ഇതാണ് നെക്ക് ലൈന്. ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നന്നായിട്ട് താഴോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴത്തെ അതേ സെയിം ചാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഏരിയയിൽ വെച്ചാണ് നമ്മൾ പറഞ്ഞ് നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം പിന്നെ വളരെ ഷാർപ്പായിട്ടൊരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ട് നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഡൗൺവേർഡ് ട്രെൻഡ് കണ്ടിന്യൂ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ഓഗസ്റ്റിൽ കാണിച്ചാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഇതിൻ്റെ ടോട്ടൽ ഫോളിൻ്റെ 61.8% എന്ന് പറഞ്ഞാൽ 8670 ആണ്. അതിന് മേളിൽ പോയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. ശരിക്കും ഈ പോയിന്റിലായിരുന്നു നമ്മളത് പറഞ്ഞത്. 8670 കട്ട് ചെയ്യുന്നതിന് പകരം അത് വീണ്ടും താഴോട്ട് വന്നു. ഇത് പിന്നെ ഈ സ്റ്റൊച്ചാസ്റ്റിക് ഓസിലേറ്റർ ഞാൻ ഓവർസോൾഡ് ആണെന്ന് പറഞ്ഞിരുന്നു. കാര്യം ഇത് 0 to 100 എന്നുള്ള സ്കെയിലിൽ 80ക്ക് മേളിൽ ഓവർ ബോട്ടും 20ക്ക് താഴെ ഓവർ സോൾഡും ആണ്. അത് നമ്മൾ 80ക്ക് മേളിൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് മാർക്കറ്റ് ശ്രദ്ധിക്കണം, നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ മാർക്കറ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോയിന്റ്സ് ഇവിടെ ആയിരുന്നു. അതിനുശേഷം സ്റ്റൊച്ചാസ്റ്റിക് ഓസിലേറ്റർ താഴെ വന്നു, മാർക്കറ്റും വളരെ ഷാർപ്പായിട്ട് വീണു. ഇതൊരു ലോങ് ടേം ചാനലാണ്. നമ്മൾ 2-3 വർഷമായിട്ട് 2-2.5 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ചാനലാണ്. ഇത് ഓഗസ്റ്റ് 2013 ഈ ചാനലിൻ്റെ തുടക്കം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചാനലിൽ ഒരു മിഡിൽ ലൈൻ ഉണ്ട്. മാർക്കറ്റ് ഒരു 1.5 വർഷത്തോളം ഈ ചാനലിൻ്റെ ഇടയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഏപ്രിൽ 20th ഈ ചാനൽ ആ ചാനലിൻ്റെ ലോവർ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 20th. അത് കഴിഞ്ഞിട്ട് വേറെ ഫ്രഷ് ഡൗൺവേർഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഈ ഡൗൺവേർഡ് ചാനൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡൗൺവേർഡ് ചാനലിൻ്റെ ലോവർ സപ്പോർട്ട് 7550 ആണ്. ആ 7550 നിന്നാണ് ഇത് മുകളിലോട്ട് ബൗൺസ് ചെയ്തിരിക്കുന്നത്. Oil projects will get postponed, so Engineers India will get affected. Now we will see current market scenario. Just 2 months back, there was a concern in the market that for the last 2 years, Nifty has been going up without any correction. Now the expected correction has happened. Not only correction has happened, along with that confusion also has come. Whether it is a bull market correction or it is a start of a new bear market. So the argument continues in media. Some sections they are telling it is a bull market correction. Some says it is a start of a new bear market.
worldwide we are going to see a long-term bear market in equities, just like commodities. Like that, the argument is going on. So only time will tell whether it is a bull market correction or it's a new bear market. But if you see in the Sensex history from 1979, from 1979 to 2015, 16 times Sensex has corrected between 10 to 30%, which has lasted from 3 months to 9 months. And in only 6 times Sensex has been in bear market. That means it has fell more than 30%, and the period of correction was more than 9 months. So in Indian history, mostly we had many corrections, and the bear market was very rare when compared to correction. Right now, both Sensex and Nifty has fell more than 15%, and the correction which started from February, it is almost 6 months old. So we have to see whether the trend reverses in the next 3 months. So that will give you a good indication that whether we are in a bear market or we are just in a correction. Along with that, the big beauty of the current market rally is in the last 2 years was that even though market was going up, many stocks were in their own bear market. Many PSU banks, infrastructure stocks, metal stocks, all were in bear market, even though the headline Sensex and Nifty were in bull market. So it's not a secular bull market. So most probably it looks like a market correction because only one section of stocks were going up. So let us see till November whether it's a bear market correction or it's a bear market or it's a correction in a bull market. So right now, what has factored in the last 1 month which led to the sharp rally was it was both domestic and international factors. Internationally, there is a huge concern that global growth is coming down, led by China. And in domestic factor, it has been due to poor monsoon, government inability to pass GST bill, and also the banking system was in worst shape due to a huge rise in NPA led by many crucial sectors. So it is a mix of both domestic and international factors which has led to the current rally, current correction. And in the current correction, what is happening was that foreign investors were continuously selling. In the last 5 months, they were selling net sellers in the almost 4 months. Only 1 month they had net inflow. But in the last 5 months, almost 4 months they have net sold. But if you see who were the buyers means domestic institutions led by both insurance companies and mutual funds. Both were aggressively buying. Whatever FIs were selling, they were till yesterday, they are continuously buying. So retail investors till now not panicked. The SIPs of mutual fund till now not yet stopped. So yesterday I read a very interesting Twitter. What they have said was that 2 years back, domestic institutions were selling, retail investors were selling, foreign institutions were buying. Right now what is happening is that foreign institutions were selling, whereas domestic institutions were buying. So what they are predicting is that in 2017-18, both FIIs were buying and domestic institutions were selling, and that will be the correct time to completely offload your shares, because market will be like in 2007 situation where both the domestic institutions and FIs were buying, and finally which led to a big crash. So that was the Twitter I read. It looks very interesting at that time when I read. So global markets also very weak, and US market daily if you see means there is a huge volatility in US market. Just 2 weeks back, one day US market opened with almost 1,000 points fall in Dow Jones. So very rarely we used to see 1,000 point fall in Dow Jones index. From 1,000 point, the Dow Jones recovered almost 900 points. Then again it fell 400 points from the recovery. So that is the huge volatility we are seeing in global markets. European markets also very volatile. So worldwide, almost all stock markets are very volatile because everyone has the fear of 2008. Because at that time market fell, the scar is still there. So everyone thinks that suppose if it becomes like 2008, then we may lose lot of money. So as a precautionary measure, most of them were selling and keeping some cash in their hand. So that is leading to the volatility in the global market. And a meaningful recovery in the index, that is meaningful recovery means suppose if Nifty has to cross the recent high of 9,000 means for that to happen, we have to see a very strong macro data. That means IAP data should be around 7%, 8% growth. Inflation should be lower. Auto sales should be across the board, it should be 10 to 15% up. Only if that happens, only there is a possibility of Nifty crossing the previous high of 9,000. Otherwise,
we may grind around the current level. So in last 1 month, if you see, means almost all indices, Nifty, Sensex, CNX mid cap, BSE small cap, all of them fell by 10%. So it is one of the steepest fall we have seen in the recent times. A 10% fall in Nifty index is very steep. And if you see the individual stocks, they have fell by 20%, 30%. And it is a very strong correction, we can say. Global growth is the big concern why global market is very volatile is that there is a lack of growth globally, which are getting affected means mainly commodity dependent countries. If you see Brazil, their GDP is getting contracted by 2.5%. And yesterday morning, Standard & Poor has downgraded their sovereign rating to junk status. Similarly, countries like Australia is on the verge of recession, and many African countries, very small African countries which are highly dependent on these commodities, their economy also has come into recession. Russia is already in recession because of very weak crude oil prices. If crude oil prices continues to be in this current range, means most probably most of the Gulf economies next year will be in huge recession. Their budget deficit will start increasing very sharply. So the commodity dependent countries has been the main culprit now. Their economy has been affected because of a huge cut in prices of commodities. Similarly, if you see Europe and Japan, they are having their own problem. Europe, because of Greece and some other issues, their Eurozone issues, they are also having their very tough stand, and they have announced quantitative easing to revive their economy. Japan, which is one of the top 5 economies in the world, they are also struggling to bring Japan out of recession. They are also going for huge quantitative easing. China is slowing down very fastly. What Chinese government is trying to do is they want to avoid hard landing. They want their economy to slow down gradually. They don't want their economy to collapse. That is what Chinese government is trying to do. And so the entire whole world, if you see, means only US is relatively growing well, and India is relatively growing well. And if you take other countries, they are all struggling. So global GDP growth is a big question, and the growth that is what affecting the global stock market. Is China is such a big concern? If you ask me, definitely it's a big concern. If they gradually slows down, means there won't be any issue. But if there is a sharp fall in Chinese economy, means it will impact many countries like Taiwan, South Korea, because they are one of the highest trading partners with China. If you take India, India imports almost 60 billion from China, and India exports just 10 billion only. So India directly won't get affected because of China's slowdown, because mainly we are consuming from China, but our export is very less. But what will happen if China slows down very fastly means they will start dumping their goods in India, which will affect other producers in India. Right now that has already started, and if Chinese economy slows down very fastly means their dumping will become more aggressive. And China accounts for almost 15% of global economy. So they have a huge share of trade in the globally. After US, they are the second largest economy. So it is a big concern, but let us see how they are going to handle. And if you see some of the data in China, actually Chinese data and all, they are non-transparent. They won't give data like in US or in other countries, because they used to keep it very secretly. But some of the data which are coming out from China, like export-import data, which has been continuously coming down. Export has fell by almost 7% last month, and imports fell by almost 15% according to the latest data, which shows that there is some contraction in Chinese economy. Similarly, the power consumption, that also indicates there is a huge slowdown in their economy. Car sales and auto sales, that also indicates that there is a huge downturn in the Chinese economy. Recently, our Tata Motors stock also fell very sharply because they have a huge business there for Jaguar Land Rover in China. And in the last previous month, there has been some contraction in sales for Tata Motors, which all indicates that the situation has become very bad in China. But Chinese government is trying to revive it. So China will be a major problem for the global trade. And recently, the Chinese government, they have devalued their currency yuan by 4%, almost after many years. That is the point where market started feeling the stress. And if you see the domestic factor which is affecting the market is that the main concern came when the last monsoon session of parliament did not function.
there was a huge expectation that Modi government will pass this GST, but not even a single day of business happened in Lok Sabha and Rajya Sabha. That has become a main concern for the foreign investors, and that led to the sell-off in the market. Monsoon has been very weak for the 2 consecutive years, which has already started affecting the rural economy. If you see the two-wheeler sales, it has contracted last month because of very poor sales in rural areas, and poor monsoon has been a big concern. And I read in newspaper today that in South India there is going to be a water scarcity which will come in the month of February, March during the summer time, because rain has been so low in the southern region of India, and water level in the reservoirs are at a very alarming level. So that is the concern which has been raised because of poor rain. And the third domestic factor which is affecting is that the bank asset quality has been adversely affected, mainly the PSU banks. It was 3 years back, it was due to the infrastructure and power sector, which led to the huge NPA in the banking sector. Now, because of recent fall in metal prices, many big accounts in metal companies like Bhushan Steel, they are on the verge of collapse, and most probably that will become the NPA. That may also will become huge stress for the banking system. So these are some of the factors which are affecting the domestic factors which are affecting the market. And this is the chart of the monsoon since 2009. And if you see, in 2014, it was almost 12% below average rainfall. And in 2015, that is in the current year, till yesterday, and from the normal average rainfall, the deficit is almost 15%. So very rarely in Indian history we used to see 2 years of below average rainfall. Now this time it has happened. 2014 and 2015, both years it has been below average rainfall. Only consolation is that we had a very good pre-monsoon rainfall, which won't get indicated in this. That is one plus point. And another plus point is that suppose if we have very low food production, means globally food prices are very low. So even if we import, it will be at a cheaper level only. So that is another consolation. But overall, the big deficit in rainfall is negative for our economy, especially the rural economy. And this is the auto sales for August. And if you see the auto sales, it is not very bad. Similarly, it is not very positive also. Passenger car sales, it has been up by 6%. Commercial vehicles 7.58. Among the commercial vehicle, only segment which has been doing well is the medium and heavy commercial vehicle. That the sales has gone up by 35%. It is mainly because of the low base effect. Because last year it was a very bad year for the commercial vehicle, and sales has hit hugely. So because of the very low base of 17,000 vehicles, the sales has gone up by 35%. And among two-wheelers and three-wheelers overall, if you see, means total two-wheeler is down by 3%. And two-wheeler manufacturing companies, they were telling that the rural area has been affected heavily. That is why the overall sales has come down. And even in two-wheeler segment, there are two segments, scooter and motorcycle is there. Motorcycle is the preferred vehicle for the rural area, whereas currently scooter is the preferred vehicle for the urban area. In urban area, scooter has done reasonably well, 15% up, whereas motorcycle is consistently coming down, and it has been down by 9%. So overall, combined two-wheeler and scooters and motorcycle, two-wheelers has been down by 3%. So auto sales overall, if you see, means there is no big bullishness in the economy. Only passenger car and commercial, medium and heavy commercial vehicle are doing reasonably well. Another concern in the market, which I feel the most for the recent correction, is that there is lack of earnings for corporate. There is no earnings growth among the companies. And this is the Sensex earnings. If you see, from 2003 to 2008, there is almost a compounded annual growth earnings of almost 23%, and which is the golden period for the entire Indian economy as well as stock market, because at that time market went up by strong earnings. In 2009, because of global crisis, it fell by 1%. But after that, because of government's policy and government spending in rural economy again picked up. But in UPA 2, again Sensex earnings fell. But if you see in the last 2015, absolutely there has been no growth in Sensex earnings, which is the 0% growth.
which is the worst for the last many years. So corporate earnings is not going. Even if we see in the first quarter of current financial year, Sensex company has showed just 1% growth in profits. So that is the real concern why market has been falling, because there has been absolutely no growth in earnings of the combined companies of Sensex. So overall what is happening is that if you take Sensex, 30 companies are there. Around 10 to 12 companies, they are showing good growth, like HDFC Bank, Infosys, ITC and all. So these companies are doing well. Whereas the balance, another 15 to 18 companies, there the earnings are coming down, like Tata Motors, Tata Steel, these types of companies, PSU banks. So their earnings are coming down, which is led to the overall, if you combine the one side, some companies are showing profit, and another side, companies are showing profit deceleration. So combined together, overall, there is no growth in profit. And in the first quarter, just 1% growth in profit is there, which is the real concern for the market. And if you take the macro data, last week GDP data came, it was slightly below expected. But whereas if you see the IIP data, there is some steadiness in it. If we take in the last 4 months, almost 4% growth they are showing. And yesterday also the IIP data came at 4.2% growth, which is better than market expected. Market was expecting 3.4%, whereas the data came at 4.2. So if you take the macro data, it is not overwhelmingly positive. Similarly, it is not overwhelmingly negative. It is just muted numbers which are coming from macro indicators. And FII flows in the current year, if you see, means from January onwards, from this has been plotted. The first 4 months there has been some FII money which came into our market, around 2 billion came. But from May onwards, the cycle started turning negative. From May, in the last 5 months, if you see, means except July, almost 4 months there has been the net outflow from the foreign institutional investors. Even yesterday also they have sold 700 crores worth of shares when the market were very volatile. Finally it went flat. And previous August month it was hugely negative, 2.5 billion it went out from India. And in the last 4 years, actually FI's flow has been decelerating. From 24 billion it fell to 20, then 16. And the current year maximum till almost 9 months has been completed. In that just 3.7 billion only we have received it. So overall it looks it is going to be a flat year from FII flows to India. But on the other hand, if you see, means mutual fund, they are getting abundant money. So last year they have got highest ever inflow of 68,000 crores. But this year it looks much better. Till August, that means till last month, they have received almost 46,800 crores. August is one of the highest months where they have received highest money. And almost 8,500 crores mutual fund have received in the month of August alone. So mutual fund continuously getting money and they are putting money in the stock market, whereas the FIs are continuously selling into the market. So at least one section of the domestic retail investors, they still remain bullish and they are putting money into the market. So now the big question comes is that whether the market has discounted the weak outlook. If we see, means already many stocks are already in bear market, anticipating the poor earnings of metal companies and banking companies. Their stock fell very sharply even before the current correction came. And if you see that stocks in metals like Vedanta and all fell 50%. Similarly, PSU banks, almost all PSU banks are in a bear market. Their stocks has fell more than 40-50% from their peak. Similarly, infrastructure, except L&T and some road construction companies, almost all other old favorite stocks are in a huge bear market. So these stocks fell even before the recent correction came. And some of the other stocks, on the other hand, some other stocks like Asian Paints, where they are having huge trading at huge valuation, they may correct a little bit. But once if market stabilizes, means these companies, again buyers will come into these companies like Eicher Motor, Asian Paints, which are trading at a huge valuation of more than 50 PE. But buyers will again come there because there is the place where growth is there. But we see only meaningful uptrend only on earnings recovery only and strong macro data. So that is the thing we have to watch it closely to see meaningful recovery in the market. Otherwise, here and there, 1 or 2 company will go, but majority of the company will keep on coming down. It is one of the interesting chart, and if we see that the time spent at various PE level,
Sensex, what level the Sensex has traded in most of the time. If we see that in this chart, between 17 PE and 20 PE, almost 50-60% of the time Sensex has spent between 17 PE and 20 PE. And this is and most of the time, if we see, means it is almost 18 PE where the market has spent its time. And if you see the current Sensex PE, it is trading around 18 PE. That means exactly here. So what will happen fundamentally, if we see, means if there is no earnings growth, means maximum Sensex can fall another 10% from here. That means it may come to this level where the period spent will be very less. So based on the fundamentals, if you look, means Nifty from the current level of 7,700, maximum it can fall by 10-12%. Which means technically also it is coinciding, which is around 6,900 levels where the worst case Nifty can fall. So this chart indicates that so at a lower earnings level, the time spent is very less. Similarly, at the very high PE also, if you see, means time spent by the Sensex is very less. Most of the time, it will trade between 17 and 20 PE. And year-to-date returns of global markets, if you see, means it's a very mixed market for the globe. It's a very mixed for global markets. Some markets did reasonably well, like France and Germany, because last year they had a very poor, so there was some bounce back. Whereas if you see, India has fell almost 6% since January, and USA has fell 8%. So most of the market has seen a very bad year for 2015. Almost just 3 or 4 months is left in the current year. So most of the markets have seen anywhere between 6 to 20% fall. And some of the countries like commodity producing countries like Australia, they have fell a little bit more because of their nature of their business. And some countries just managed to show slight positiveness like Nikkei, France and Germany. Nasdaq is just flat. And another interesting factor is that rupee has shown very strong relative strength with the other currencies. Rupee has just depreciated from 63 levels to 66. Just 5% depreciation has happened in rupee. Whereas if you take the other currency, means they have fell, Brazil real under Brazil currency and all has fell by more than 20 to 30%. So relatively, rupee has done better because of the good management by the RBI, because of our relative strength in macroeconomy. Even though rupee has depreciated, there is nothing to worry because of this. So in the whole current environment, who is going to gain, who is going to lose means I personally feel US will gain the most, because till 1 year back, what everyone was telling was that China is going to be the balancing power for US for any global problems. Right now, if Chinese economy comes down, means naturally US hand will go upper, and they will try to dominate everything, every problem which is happening in the world. So that is going to happen, and US will try to capitalize the current situation, and they will try to see that Chinese economy does not go up very sharply from here, because US will be happy if Chinese economy goes down. That will be positive for US on geopolitics, because right now what is happening is that each and every issues, China also started coming and interfering in many matters. So if their economy starts struggling, means their interference will become less, so that US can put their entire muscle power on the geopolitics. So US is going to be the major beneficiary in the entire current global uncertainty. And we are going to have a very hectic 2 weeks from here on. The first one is going to be on the 17th of September. US Fed meeting is there. So daily there is a huge discussion going on that whether Fed will hike rate by 25 basis points, whether they will hike in September or in December. So that will come to know on September 17th. That day our market was holiday. 17th the night we will come to know. And RBI policy meet is there on September 29th, where everyone is expecting that this time RBI governor will cut by 25 basis points. And global developments we have to see. We have to see 4 or 5 days of stable stock markets. That only will give positive for bulls. And another important thing which is coming to an end is the September 30 voluntary disclosure of money.
That means if you have money in foreign accounts which is undisclosed to IT department, means it has to be disclosed before September 30 by paying 30% tax and another 30% penalty. Suppose if you fail to disclose any money in foreign, and if government comes and identify that money, means then you have to pay 120% tax. Apart from that, you can be imprisonment for 10 years. So the stringent Black Money Act will come to effect, will ending on September 30. So by September 30, we will come to know how much government is going to get because of this black money voluntary disclosure. So it is one of the I feel it's one of the very important event, and it will also show some impact of the Modi government, because they promised that they will bring some black money back to India. So if they could able to garner huge money, it means it will be very positive for Indian economy also. So September 30 is one of the crucial date where the voluntary disclosure of money in foreign banks comes to an end. Okay, thank you.